അങ്ങോട്ടേക്ക് വലിയ പ്രതിഷേധവുമായി പോയ ഘട്ടത്തിലാണ് മറ്റൊരു സ്വകാര്യ വാഹനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരോടിച്ചൊരു സ്വകാര്യ വാഹനത്തിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ നെന്മാറ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് തകർത്തുകൊണ്ട് ഉള്ളിലേക്ക് കയറാൻ നാട്ടുകാർ ശ്രമിക്കുന്നു. അതിവൈകാരികമായിട്ടുള്ള അതിനാടകീയമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു ഫ്രെയിമിൽ ഇപ്പോൾ പ്രതിയായിട്ടുള്ള ചെന്താമരയുടെ ദൃശ്യങ്ങൾ നെന്മാറ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് മുറിയിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് ഒന്ന് പാൻ ചെയ്താൽ സൂം ചെയ്താൽ നമുക്ക് കാണാം. ലോക്കപ്പ് മുറിയിൽ ഏകദേശം 5-ലധികം പോലീസുകാരുണ്ട്. മഫ്തിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ താഴ്ഭാഗത്ത് ഇരിക്കുകയാണെന്ന് തോന്നുന്നു. പ്രതിയായിട്ടുള്ള ചെന്താമരയോട് സംസാരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇനി പാലക്കാട് SP ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തേണ്ടി വരും. കാരണം അത്രയധികം അടിയന്തര സാഹചര്യം ഇവിടെ ഉടലെടുത്തിരിക്കുന്നു. പല മേഖലകളിൽ നിന്നായ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ട് ചെന്താമരയെ തങ്ങൾക്ക് വിട്ടുതരൂ എന്നൊരാവശ്യം ഉന്നയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആശുപത്രിയിലേക്ക് കടന്നു കയറിക്കൊണ്ട് ചെന്താമരയെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന നാട്ടുകാരെ നമ്മൾ കണ്ടു. സ്വാഭാവികമായിട്ടും ഇത് മനസ്സിലാക്കിക്കൊണ്ടാകണം പോലീസ് ഇപ്പോൾ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് തന്നെ പൂർണ്ണമായും അടച്ചുകൊണ്ട് ചെന്താമരയെ സുരക്ഷിതരാക്കി ലോക്കപ്പിലേക്ക് മാറ്റിയിരിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ച് വലിയ ആരോപണം നേരിട്ട കേസാണിത്. വലിയ വിമർശനങ്ങൾ നേരിട്ട സംഭവമാണിത്. സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധം അതീവ സമ്മർദ്ദത്തിലൂടെ പോലീസ് തിരച്ചിൽ നടത്തിയിരുന്ന ഒരു കേസ് കൂടിയാണിത്. മാട്ടായി പോലെയുള്ള ഉൾവന മേഖലയിൽ DYSP റാങ്കിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നേതൃത്വം കൊടുത്തുകൊണ്ട് തെരച്ചിൽ നടത്തിയിരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റേഷനിലെ ലോക്കപ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ് ചെന്താമരയെ. സ്റ്റേഷന് മുന്നിൽ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് അരങ്ങേറുന്നത്. നാട്ടുകാർക്ക് ചെന്താമരയെ കാണണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. ഗേറ്റ് ഉൾപ്പെടെ അടച്ചുകൊണ്ട് ആളുകളെ ഒരു പരിധിവരെ പുറത്തു നിർത്താനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്.